ഹേ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഡൽഹി ട്രിപ്പിൽ നിന്ന് ഞങ്ങൾ പ്രേമന്തിലേക്കായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഡൽഹിയിൽ പോയാൽ എന്തായാലും പ്രേമന്ത് കാണാൻ വേണ്ടിയിട്ട് അധികം ആളും പോകുമല്ലോ. അപ്പോൾ ഞങ്ങളും അങ്ങനെ പോയി. അന്ന് ഹോളിയുടെ 3ാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ അവിടെ ഫുൾ ആൾക്കാർ ഹോളിപ്പൊടിയിൽ മുങ്ങി ഇതായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഭയങ്കര തിരക്കുമായിരുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ തന്നെ അത്രയും ക്യൂവിൽ നിന്നിട്ടായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം അമ്പലത്തിൻ്റെ ഉള്ളിലും എന്തോ ഉത്സവം പോലെ എന്തോ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ പുറത്താണെങ്കിൽ ഹോളിയുടെ പരിപാടിയാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ തിരിയുന്നുണ്ടായിരുന്നു, അത്രപാട് തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ധൈര്യത്തിൽ ആ ക്യൂവിൽ നിന്നിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഫോൺ ആരും എടുത്തിട്ട് പോയാൽ തന്നെ കിട്ടുവാൻ വരില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന്, നമ്മൾ ആരും തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി നിന്നിട്ടായിരുന്നു വീഡിയോ. പുറത്തുനിന്നാണ് അമ്പലത്തിൻ്റെ ഒരു സെറ്റപ്പ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ തിരക്ക് കണ്ടാൽ മനസ്സിലാവുന്നില്ല, അത് ഫുൾ ഹോളിഡേ ആഘോഷിക്കുന്ന ആ ഒരു തിരക്കാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അമ്പലത്തിന് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അമ്പലത്തിൻ്റെ വെളിച്ചമൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ലൈറ്റ് മാറി മറിഞ്ഞൊക്കെ വരുന്നുണ്ടായിരുന്നു, കളർ മാറി മാറി വരുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര തിരക്കാണ്, അതിനെക്കാട്ടും തിരക്കാണ് പുറത്ത് ഹോളിയുടെ പരിപാടിയായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഹോളി പരിപാടിയൊക്കെ ആഘോഷിക്കുന്നതും കാണുന്നതൊക്കെ. നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിയാം, പക്ഷെ ഇതുവരെ ഞാനായിട്ട് ആഘോഷിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഡൽഹി പോയിട്ട് ആ ഒരു ആഗ്രഹം എനിക്ക് സാധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോളിയൊക്കെ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഇനിയും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ.